അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയാലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചായയും കടിയൊന്നും ഉണ്ടാക്കണ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് എന്താണാവാം വല്ലാത്തൊരു മടി ചായയും കടിയൊക്കെ ഉണ്ടാക്കണ വീഡിയോ എടുക്കാൻ. അതിപ്പോൾ എത്തപ്പം ഉണ്ടാക്കാൻ ഒന്നെങ്കിൽ ചീയപ്പം അല്ലെങ്കിൽ ഓട്ടട, ചപ്പാത്തി, പുട്ട്, പിന്നെ ബോരി അങ്ങനെയൊക്കെ തന്നെയല്ലേ കടികൾ തന്നെയാണ്. നമ്മളിപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് ടൈം ടേബിൾ കൊടുക്കൂലേ, അതേ പറഞ്ഞ മാതിരിയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ ഓരോരോ കടി ഉണ്ടാക്കും. പിന്നെ അത് തിരിഞ്ഞിട്ട് പിന്നെയും അതേപോലേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം നമ്മൾ ചായക്കടി ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കണ കണ്ട് നിങ്ങളെ വെറുപ്പിച്ചണില്ല കേട്ടോ. എന്നാൽ തന്നെ ഇപ്പോൾ ഓരോരുത്തർക്കും വെറുപ്പിക്കാരം നമ്മളെ വീഡിയോ കാണുന്നത്. കാരണം ഈ ഒരു ചോറും കൂട്ടാനും ഉണ്ടാക്കണതിനല്ലേ കാണുന്നത്, അല്ലാതെ ഇപ്പോൾ ഒരു വീഡിയോസും ഇല്ലല്ലോ. പിന്നെ ഇപ്പോൾ എവിടുക്കാ പെണ്ണാളെ നമ്മളൊക്കെ പോണത്? എവിടേക്കും പോകണില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ കുത്തിർക്ക് തന്നെ. സ്കൂളും മദർസും അല്ലേ, അത് ഒഴിവാക്കി കാണുന്നു. ഇപ്പം വിരുന്ന് പോകാനും പറ്റൂല. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുടിയത്തൊക്കെ വീഡിയോ ഒക്കെ ഇടാനി. ഏതായാലും ഇതൊക്കെ കണ്ടു നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കോഴി കൊടുന്നിക്കണം കേട്ടോ. അപ്പോൾ കോഴി ഞാൻ കേകി വെച്ചിക്കണ്. അപ്പോൾ അങ്ങനെ ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വെച്ചിക്കണം. പിന്നെ നെയ്ച്ചോറാണ് ഇട്ടത്. അത് നമ്മളെ കുട്ടി ഇങ്ങനെ കടയ്ക്ക് പോയി വന്നപ്പോൾ ഇതിന് 10:30 മണിയായിക്കണം കേട്ടോ. കടയ്ക്ക് അടച്ച് പോന്നപ്പോൾ എൻ്റെ ചങ്ങായി അവിടെ ഒരു കച്ചവടം നടത്തുന്നുണ്ട്. അപ്പം ഓൻ അവിടെ കയറീനി. അപ്പോൾ അവിടുന്ന് ഓൻ്റെ ചങ്ങായി കൊടുത്താണ് കേട്ടോ നെയ്ച്ചോറ്. നേരെ 10:30-11 ആകാനായിക്കണം. അപ്പോൾ പിന്നെ ഞാനും വരുന്നില്ല. അപ്പം ചേച്ചി കുടിയിൽ കൊണ്ടുപോയി പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ്. അപ്പം കുട്ടികളൊക്കെ കടന്നുറങ്ങിയില്ല. അപ്പം ഞാനതെന്താട്ടി ഫ്രിഡ്ജിക്കാണ് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് നടന്ന കപ്സി ഉണ്ടായിനി. അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ ചോറ് അയക്കാണ്ട് വെച്ചു. പിന്നെ ഞാൻ അയക്ക് കിട്ടിയ ചാറാണ് കേട്ടോ, അത് ലിവറിൻ്റെ ചാറ്. പിന്നെ ഞാൻ ഈ ചോറൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലിട്ട് അതിൽ നടുക്കൊരു തോളിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അതിക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കും. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കിട്ടിയാൽ ചൂടാക്കൽ. എന്നിട്ട് അതിൻ്റെ വിസിലുണ്ടല്ലോ അതുകൊണ്ട് ഊരിയേക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നിങ്ങോട്ട് ആവി ഇങ്ങനെ വരുമ്പം നമുക്ക് ആ വിസിലാണ്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചാറ് ഉണ്ടാക്കാൻ കോഴിയാണ് കേട്ടോ. പിന്നെ ചോറ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിക്കൊരു വെള്ളം പാരാഞ്ഞില്ല ഞാൻ ആ ചോറ് അങ്ങനെ തന്നെ ബാക്കിയായി കിടക്കും. അപ്പോൾ പിന്നെ നമ്മളെന്താട്ടിയും ഒരു 100 റുപ്യേൻ്റെ കോഴിയാണ് കൊണ്ടുവച്ചാണ് കേട്ടോ. അപ്പം കോഴി ഉണ്ടായാൽ പിന്നെ അതിനോട് ചാറ് വെച്ചാൽ മക്കൾ തിന്നോളും. നമ്മൾ കളിയും വേണ്ട. നെയ്ച്ചോറാണ്, നല്ല സൂപ്പർ നെയ്ച്ചോറാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു കുറച്ച് ആവി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ആ വിസിലിട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ വല്യുള്ളി ഉണ്ടല്ലോ, അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണുണ്ട്. പിന്നെ ഒരു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്തേക്കണേ. ഇനി ഒന്ന് നമുക്ക് അതും കൂടി ഒന്ന് വാടി വരട്ടെ. എന്നും ഇപ്പം തന്നെയാണ് പറിച്ചില്ലേ, ഞങ്ങൾക്കൊക്കെ പിരാന്ത് വിളിച്ചിട്ടുണ്ടാവോ. പിന്നെ ഞാനുണ്ടല്ലോ കുറച്ച് ഒരു നല്ല കഷ്ണങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ എടുത്തേക്കണുണ്ട് കേട്ടോ. അത് ചാറ്റത്തത് മിന്നൂട്ടിക്ക് വലിയ തീർപ്പതില്ല. പിന്നെ പൊരിച്ചാന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ എടുത്തുവച്ചതാണ്. ചിലപ്പോൾ കൂട്ടും ചേച്ചു കേട്ടോ. അപ്പം ചാറ്റത്ത് കൊടുത്തിട്ട് കൂട്ടുകയാണെങ്കിൽ നമുക്ക് അത് ഇന്നെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ എടുക്കാം. അങ്ങനെയൊക്കെ കാട്ടാം. പിന്നെ ഞാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കുറച്ച് ഞാൻ അതിൽ എടുത്ത് വെച്ചിന് കേട്ടോ. അതൊക്കെ പാടെ കൂട്ടി കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് കൂട്ടി കുഴച്ച് വെച്ചിക്കണ്. അപ്പോൾ അതിന് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാക്കണേ മുളകും പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, മഞ്ഞൾ. അപ്പോൾ അതൊക്കെ പാടെ കൂട്ടിയിട്ട് നല്ലോണം ഇനി ഇളക്കാം. അപ്പം നമ്മളെ കോഴിച്ചാറ്റക്കല്ല മസാലയൊക്കെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ കുക്കർ ഒന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ. വിസിലൊക്കെ ഇങ്ങനെ വരൽ തുടങ്ങിയിരിക്കണേ. അപ്പോൾ ഞാൻ ഓഫാക്കിക്കണേ. പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറ് മോറി കണ്ട അതിക്ക് വെള്ളം പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തേക്കണേ. പിന്നെ ഇനി നമ്മൾ കുറച്ചും കൂടി ഒരു ഉപ്പിട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ നെയ്ച്ചോറ്റക്ക് തന്നിന് ആ ചാറുണ്ടല്ലോ, അത് ലിവറിൻ്റെ ചാറേന് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ അയക്കണം പാർന്ന് കൊടുത്തേക്കണേ. ആ ചാറ് കളയാൻ തോന്നുന്നല്ല, നല്ല കുറുന്നനെ നല്ല രസമല്ല ചാറ്. അപ്പോൾ പിന്നെ അത് ഒറ്റക്ക് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അതിൽ കഷ്ണമൊന്നുമില്ലല്ലോ, ചാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ അതിക്ക് പാർന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ.
എന്നിട്ട് നമുക്ക് നമ്മളെ കോഴിയൊക്കെ ഉണ്ട് അതിലേക്ക് പൊറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ കോഴിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാറൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി കോഴി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് മൂടി വെക്കാം. ഇനി അതവിടെ കടന്ന് വേകട്ടെ. അപ്പോൾ കണ്ടോ, ഞാൻ ആ ലാസ്റ്റ് പറഞ്ഞ ആ ചാറിൻ്റെ ഒരു കുറുന്നനല്ല ചാറ് ഇത് കണ്ടില്ല നിങ്ങൾ, നല്ല കുറുന്നനൊക്കെ ഉണ്ട്. ഇനി വെന്ത് കൂടിയും കജുമുണ്ടല്ലോ, നല്ല കുറുന്നനീ കാരം. നെയ്ച്ചോറ് തന്നെയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് രസമാണെന്ന് അറിയാം. നമ്മളിപ്പം എങ്ങനെ വെച്ചാലും അതേമാതിരി ആയി കിട്ടൂല. എന്താ അറിയില്ല, ഒരു പ്രത്യേക രസമാണ് നെയ്ച്ചോറ്റിന്. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ ചൂടാക്കി എടുത്തപ്പോണ്ടല്ലോ ഇപ്പം വെച്ച മാതിരിയില്ല ഒരു നെയ്ച്ചോറ് കേട്ടോ. ഇവിടെ നമ്മളെ സനുവിന് ഭയങ്കര തൃപ്പതിയാണ് നെയ്ച്ചോറ്. മിന്നുട്ടിക്ക് അതിനും വേണ്ടി വലിയൊരു തൃപ്പതിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നെയ്ച്ചോറൊക്കെ നിങ്ങൾ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പം വെച്ച നെയ്ച്ചോറിൻ്റെ മാതിരി ഉണ്ട് അല്ലേ, നല്ല അടിപൊളി. അപ്പോൾ എന്നും ഇതേമാതിരി ആണെങ്കിൽ എന്തൊരു സുഖമാണ്, ചോറൊന്നും വെക്കണ്ട എന്ന് എന്തോ ഒരു സുഖേനിന്നറിയാം. ഇന്ന് അങ്ങനെ നമ്മൾ സനുവിന് ചോറ് വിളമ്പി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓന് കണ്ടപ്പം ചോറ് മണം, നല്ല മണമുണ്ട് നെയ്ച്ചോറ്റിന് കേട്ടോ. അപ്പോൾ ചാറ് ഞാൻ ഓഫാക്കിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചാറ് ഓഫാക്കി കണ്ടില്ലേ, ഇപ്പോഴും തള അങ്ങനെ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പം ഞാൻ ഓന് 2 കണ്ടവും ചാറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഓന് സ്കൂൾക്ക് പോകാൻ വേണ്ടി, പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി ഓന് ഞാൻ ചോറ് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ചാറും പറഞ്ഞ് തുള്ളി ചാറന്നെ മതി തന്നെയാണ്. എന്തൊരു കുറുന്നനറിയില്ല ആ ചാറ്റിക്ക് എന്താണ് ഇങ്ങനെ കുറുന്നനാകാൻ വേണ്ടി ഇട്ടെന്നുള്ളത്. നല്ല അടിപൊളി ചാറ്. നമ്മൾ കുറച്ച് വെള്ളമേ പറഞ്ഞിട്ടുള്ളൂ, എന്നിട്ട് ബാക്കി ആ ചാറ് കൂടി പറഞ്ഞുകൊണ്ട് തന്നെ എന്താ അറിയില്ല നല്ല അടിപൊളി ചാറായി വന്നിക്കണം. പിന്നെ ഞാൻ പപ്പടം പൊരിച്ച്, പിന്നെ നെയ്ച്ചോറാകുമ്പോൾ പപ്പടം വേണമല്ലോ, അതാണ് അതിൻ്റെ ഒരു ഇത്. പപ്പടമല്ല ഞാൻ എന്താ, നെയ്ച്ചോറാകുമ്പോൾ പപ്പടവും വേണം, അതേമാതിരി കാബേജ് ഉപ്പേരിയും വേണം. ഞാൻ പിന്നെ കാബേജൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല, എന്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അങ്ങനെ സനുട്ടന് ചോറൊക്കെ കൊടുത്ത് ഓനെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചു. പിന്നെ ഞാൻ ചോറ് വെച്ചാണ് കേട്ടോ. അപ്പം ഞാനും ഇതാക്കണേ പപ്പടവും നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാറിൻ്റെ ഒരു കുറുകലുണ്ടെങ്കിൽ നല്ല നല്ല കുറുന്നനെയായി വന്നിക്കണേ. പറയുമ്പോൾ ഞാൻ ഒരൊറ്റൊരു വല്ലുള്ളി ഇട്ടിട്ടുള്ളൂ, ഒരു വല്ലുള്ളി തക്കാളി മാത്രം. അപ്പം മറ്റേ ചാറ് പറഞ്ഞില്ലേ, ആ ഓല് തന്ന ചാറ്, ആ ചാറാണിത് ഇങ്ങനെ കുറുന്നനാക്കിയതല്ലേ. ഞാൻ പറയും ഇങ്ങനെ അങ്ങോട്ട് ആയി കിട്ടണം ചാറ്, നല്ല തീർപ്പതിയാണ് എല്ലാവർക്കും. അങ്ങനെ നമ്മളും ചോറ് വെച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പം ഇന്നത്തെ മാതിരി എന്നും ആയാലും സുഖേനി വെച്ചുണ്ടാക്കാതെ ഇങ്ങനെ കാലു നീട്ടി കുത്തിർക്കാനേ. കാലു നീട്ടിയൊന്നും ഇപ്പോൾ ആരും കുത്തിർക്കില്ല, ഫോണുമ്പോൾ കളിച്ചു കുത്തിർക്കുക, അല്ലെങ്കിൽ TV ആണ്. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചോറ് വെച്ചാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.